ഓക്കെ, ഇന്ന് നടന്ന ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ FIA വക ഒരു ഹ്യൂജ് ബ്ലണ്ടർ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് FIA ബ്ലണ്ടർ ആണോ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോണ്ടസ്റ്റ് ഞാൻ പറയാം. റേസ് തീരാറായപ്പോഴത്തേന് P1 കിമി ആന്റണി, P2 ചാൾസ്, P3 മാക്സ്. അപ്പോഴാണ് വെർസ്റ്റാപ്പിന് ആ ഒരു ഇൻസിഡൻറ്റ് പറ്റിയിട്ട് റിയർ വീല് ലോക്കായിട്ട് സ്ലിപ്പായിട്ട് ആ ട്രാക്ക് വിട്ട് പോയി. അപ്പോഴാണ് FIA വക ഒരു മാസ്റ്റർ മൈൻഡ് ഗെയിം. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ VSC എക്സ്ട്രീം ആയി പോയി കഴിഞ്ഞാൽ VSC വെർച്വൽ സേഫ്റ്റി കാർ മാത്രമേ വരത്തുള്ളൂ. FIA എന്തോ ഒരു പ്ലാനിങ്ങിലൂടെ സേഫ്റ്റി കാർ തന്നെ അങ്ങ് ഇറക്കി. സേഫ്റ്റി കാർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഡ്രൈവേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് പിന്നെ ബാധകമല്ല. എല്ലാ കാറും സേഫ്റ്റി കാറിൻ്റെ പുറയിൽ മാർച്ച് ചെയ്ത് പോകണം. ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 30 km/h സ്പീഡിലേ പോകാനും പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, വെർച്വൽ സേഫ്റ്റി കാർ വന്നു കഴിഞ്ഞാൽ ടീമുകളെല്ലാം പിറ്റ് ചെയ്യും. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു പിറ്റ് സ്റ്റോപ്പാണത്. അതുമാത്രമല്ല, അപ്പോൾ ഈ സേഫ്റ്റി കാർ പിൻവലിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. സേഫ്റ്റി കാർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റേസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്ക ടീമുകളും പിറ്റ് ചെയ്ത് ഫ്രഷ് ടയേഴ്സ് ഒക്കെ ഇട്ടു. അതുമാത്രമല്ല, ആ സമയത്ത് കിമിയുടെ കാറിൻ്റെ ഫ്രണ്ട് വിങ്ങിന് എന്തോ ഇഷ്യൂ വന്നു. അതുകൊണ്ട് കിമിയുടെ ആ ഒരു പൊസിഷൻ ലോസ് ആയി, P9 വരെ ഡ്രോപ്പ് ആയി പോയി. അപ്പം പിന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത് ചാൾസ് P1, P2 ലൂയിസ് ഹാമിൽട്ടൺ, P3 ജോർജ് റസൽ. അപ്പം P2 P3 ബ്രിട്ടീഷുകാരാണ് ഉള്ളത്. ഇനിയും P1 ആരാ ഉള്ളത്? ചാൾസ് മൊണോക്കോക്കാരന്. അപ്പം ചാൾസിനെയും കൂടെ എങ്ങനെയെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊസിഷൻ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ, പിന്നെ തൊട്ട് പുറയിലുള്ളത് നോറിസ് ആണ്, മെക്ലാരൻ്റെ. അപ്പോൾ എന്ത് സംഭവിക്കും? ചാൾസിന്റെ പൊസിഷൻ ലോസ് ആയി കഴിഞ്ഞാൽ P1 ആര് വരും? ഹാമിൽട്ടൺ വരും. P2 ജോർജ്, P3 നോറിസ് വരും. അപ്പോൾ ഓൾ ബ്രിട്ടീഷ് ബോഡി അവർക്ക് കിട്ടും. അതിനുവേണ്ടി അവരൊരു കളി കളിച്ചു. അതിനാണ് സേഫ്റ്റി കാറിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്ക ടീമുകളും പിറ്റ് ചെയ്ത് ഫ്രഷ് ടയേഴ്സ് ഒക്കെ ഇട്ടു. അതിൻ്റെ കൂടെ ഫെറാറി ലൂയിസ് ഹാമിൽട്ടനെ പിറ്റ് ചെയ്തു. അതുകൊണ്ട് P2 ഉണ്ടായിരുന്ന ലൂയിസ് ഹാമിൽട്ടൺ P3 പോയി. പക്ഷേ ഫെറാറി അവിടെ ഒരു ബുദ്ധി കാണിച്ചു. ചാൾസിനെ പിറ്റ് ചെയ്തില്ല. ചാൾസിനെ പിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ചാൾസും അതുപോലെ പൊസിഷൻ ഡ്രോപ്പ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതിന് ചാൾസ് പിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ജോർജ് റസൽ P1 വരും, P2 ഹാമിൽട്ടൺ വരും, P3 ആര് വരും? പുറയിലുള്ളത് ലാൻഡോ നോറിസ് ആണ്, മെക്ലാരൻ. അപ്പം 3 പേരും ബ്രിട്ടീഷുകാരെ കിട്ടിയോ? അതായിരുന്നു അവരുടെ എയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഫെറാറി അവിടെ നല്ലൊരു ബുദ്ധി കാണിച്ചതുകൊണ്ട് അത് സംഭവിച്ചില്ല. അപ്പം ചാൾസിന്റെ മറ്റ് ഡിസർവിംഗ് ആയിട്ടുള്ളൊരു വിക്ടറി ആയിരുന്നു ഇത്. കാരണം പുള്ളി ഒത്തിരി ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ഹി ഡിസേർവ്സ് എ ലോട്ട്. കാരണം ഈ പുള്ളിയുടെ കരിയർ പുള്ളി ഫെറാറിക്ക് വേണ്ടി കൊടുത്തേക്കുവാണ്. വീണ്ടും പുതിയൊരു കോൺട്രാക്ട് തന്നെ സൈൻ ചെയ്തിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം പുള്ളി ഒരു റേസ് പോലും ജയിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് ജയിച്ചത് 2024 USA ഗ്രാൻഡ് പ്രിയിലാണ്, ഒക്ടോബറിൽ. അത് ഒരു വർഷവും കുറേ മാസങ്ങളോടെ കഴിഞ്ഞു. ഈ ഡിസൈഡ്സ് എ ലോട്ട് ബെറ്റർ. ചാൾസ് വിൻ ചെയ്തതിൽ എക്സ്ട്രീംലി ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് FIA എന്തെങ്കിലും ബ്ലണ്ടർ ആയിരുന്നോ? അതായത് ഓൾ ബ്രിട്ടീഷ് പോഡിയം കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ കളിയായിരുന്നോ? അതോ ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചു പോയതാണോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ.